ഹിരോഷിമ നാഗാസാക്കി ദിനാചരണവുമായി ബന്ധപ്പെട്ട പ്രശ്നോത്തരി മത്സരത്തിലേക്ക് സ്വാഗതം. ഉദയസൂര്യൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാൻ. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായാണ് അമേരിക്ക ജപ്പാനിൽ അന്ന് ബോംബിട്ടത്? പേൾ ഹാർബർ. ലോകത്തിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ട ആറ്റം ബോംബിൻ്റെ പേരെന്താണ്? ദി ഗാഡ്ജറ്റ്. എത്രാമത്തെ ഹിരോഷിമ നാഗാസാക്കി ദിനമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്? 76ാമത്തെ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എപ്പോഴാണ്? 1945 ഓഗസ്റ്റ് 6-ന്. നാഗാസാക്കിയിൽ അണുബോംബ് വർഷിച്ച വർഷം ഏതാണ്? 1945 ഓഗസ്റ്റ് 9. അമേരിക്ക ജപ്പാനിലെ ഏതെല്ലാം സ്ഥലത്താണ് അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമയിലും നാഗാസാക്കിയിലും. ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച അണുബോംബിൻ്റെ പേരെന്താണ്? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്തായിരുന്നു? ഫാറ്റ് മാൻ. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്നാണ്? 1939 സെപ്റ്റംബർ 1-ന്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു? B-29 എനോളഗെ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വൈമാനികൻ ആരാണ്? ചാൾസ് സ്വീനി. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വൈമാനികൻ ആരായിരുന്നു? പോൾ ടിബിറ്റ്സ്. ലിറ്റിൽ ബോയിൽ സ്ഫോടനത്തിനുപയോഗിച്ച മൂലകം ഏതായിരുന്നു? യുറേനിയം 235. ഫാറ്റ് മാനിൽ സ്ഫോടനത്തിനുപയോഗിച്ച മൂലകം ഏതായിരുന്നു? പ്ലൂട്ടോണിയം 239. ആറ്റം ബോംബിൻ്റെ പിതാവാരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. ജപ്പാനിലെ അണുബോംബിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേരെന്താണ്? ഹിബാക്കുഷ. ജപ്പാനിൽ അണുബോംബിടാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ഭാരതീയ അണുബോംബിൻ്റെ പിതാവാര്? രാജാ രാമണ്ണ. ഭാരതം ആദ്യമായി അണുപരീക്ഷണം നടത്തിയത് എപ്പോൾ, എവിടെ? രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ 1974 മെയ് 18-ന്. ഭാരതം ആദ്യ അണുപരീക്ഷണം നടത്തുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഭാരതത്തിൻ്റെ ആദ്യ അണുപരീക്ഷണത്തിൻ്റെ പേരെന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അണുപരീക്ഷണത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ ശക്തി. രണ്ടാം ആണവ പരീക്ഷണ സമയത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആര്? അടൽ ബിഹാരി വാജ്പേയി. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവാര്? എഡ്വേർഡ് ടെല്ലർ. സമാധാനത്തിൻ്റെ പ്രതീകമായി ഹിരോഷിമയിൽ പണിത മ്യൂസിയം ഏതാണ്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതെപ്പോൾ? 1945 സെപ്റ്റംബർ 2-ന്. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട ലോക സംഘടന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓസ്ട്രിയയിലെ വിയന്ന. ആറ്റം ബോംബ് സ്ഫോടനഫലമായി രക്താർബുദം ബാധിച്ച് അകാലത്തിൽ മരണമടഞ്ഞ പെൺകുട്ടി ആരായിരുന്നു? സഡാക്കോ സസാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ബോംബിട്ട് തകർത്ത യുദ്ധക്കപ്പൽ ഏതാണ്? പ്രിൻസ് ഓഫ് വെയിൽസ്. ആണവ സ്ഫോടനത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ബറാക്ക് ഒബാമ. 2016-ൽ. ആണവ സ്ഫോടനത്തിന് ശേഷം ഹിരോഷിമയിൽ വിരിഞ്ഞ ആദ്യ പുഷ്പമേത്? ഒലിയാണ്ടർ.